ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓണസദ്യ ഒരുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണസദ്യ എപ്പോഴും തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്താൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇപ്പം ഞാനിവിടെ കാണിക്കാം. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കും, എന്തായാലും നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് നമ്മുടെ മെനുവിൽ വേണ്ടതെന്നുള്ളതനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആദ്യം വെജിറ്റബിൾസൊക്കെ വാങ്ങുക. അത് എന്നിട്ട് കഴുകി നീറ്റായിട്ട് നേരത്തെ തന്നെ കഴുകി എടുത്ത് വെക്കുക. അത് വേണമെങ്കിൽ 2-3 ദിവസം മുമ്പൊക്കെ വേണം നമുക്ക് ചെയ്യാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് ഇതുപോലെ ക്ലീനാക്കിയ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉള്ള സമയമാണല്ലോ, ഫ്രിഡ്ജിനകത്ത് എല്ലാം എടുത്തൊക്കെ വെക്കുക. പിന്നെ വലിയൊരു ടൈം എടുക്കണ പണിയാണ് ഉള്ളി പൊളിക്കുക എന്നുള്ളത്. അത് ഈസി ആയിട്ട് പൊളിക്കുക എന്ന് പറയുന്നത് കുറച്ച് നേരം 2 സൈഡ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിടുക. ഇപ്പോൾ രാത്രിയിലെടുത്ത് വെള്ളത്തിലിട്ട് രാവിലെ നമുക്കിങ്ങനെ തിരുമിയാൽ തന്നെ പൊളിഞ്ഞു വരുവേ. അപ്പോൾ കാരണം അതായത് ഉള്ളി സോഫ്റ്റ് ആകും അതിൻ്റെ തൊണ്ട്. പിന്നെ നമ്മൾ കത്തിക്കൊണ്ട് ഓരോ ഉള്ളി എടുത്ത് ഇങ്ങനെ പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല, കൈകൊണ്ട് മൊത്തത്തിലൊന്ന് തിരുമി കൊടുത്താൽ മതി. അപ്പം ഉള്ളിയുടെ തൊണ്ടിങ്ങനെ പൊളിഞ്ഞു വരും. അതുപോലെ തന്നെ ഇഞ്ചി അങ്ങനെ കൈകൊണ്ട് പൊരിച്ചാൽ തൊലി വഴത്തില്ലെങ്കിൽ, പക്ഷെ നമ്മൾ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്തോരം ഉള്ളി വേണേലും പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ വരും. ഞാനിപ്പോൾ ഒരു 1 കിലോ ഉള്ളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ കണ്ടു ഇതുപോലെ നമ്മൾ തിരുമ്മി കൊടുക്കുമ്പോൾ തന്നെ തൊണ്ടിങ്ങോട്ട് പോരും. സവോളയും അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സാണ്, പക്ഷേ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഉള്ളിയൊക്കെ പൊളിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വളരെ ഒത്തിരി സമയം എടുക്കുന്ന ഒരു പണിയാണ്, കാരണം എല്ലാ കറികൾക്കും നമുക്ക് ആവശ്യവുമാണ്. പിന്നെ ഉള്ളിത്തീയൽ വേണേലും അത് വേണം, അതുപോലെ തന്നെ മറ്റു കറികൾക്കാണേലും ഉള്ളി ഒത്തിരി ആവശ്യമുണ്ട്. പിന്നെ സവോളയും കുറച്ചൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിതുപോലെ സവോള ഉള്ളിയെല്ലാം നേരത്തെ തന്നെ പൊളിച്ച് വെക്കാം. നമുക്കിത് 1-2 ദിവസം മുമ്പൊക്കെ തന്നെ തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സദ്യയുടെ ദിവസം നമുക്ക് കുക്കിംഗ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് വളരെ ഈസിയാണ് സദ്യ തയ്യാറാക്കാൻ. 1 മണിക്കൂർ ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അല്ലെങ്കിൽ ആ ഒരു ദിവസം വലിയൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല, ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടുള്ള ഗുണം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഓരോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഒത്തിരി നാളത്തേക്കൊന്നും അല്ലല്ലോ സ്റ്റോർ ചെയ്യുന്നത്, 2-3 ദിവസത്തേക്കാണല്ലോ. അപ്പം ഈ രീതിയിൽ ഫ്രിഡ്ജിനകത്ത് നീറ്റായിട്ട് എടുത്ത് വെക്കുക. പിന്നെ രാവിലെ നമുക്ക് ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടാക്കാൻ തലേദിവസം വേണേൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. ഏതൊക്കെ വെജിറ്റബിൾസ് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഉള്ളിയൊന്നും തലേദിവസം കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കത്തില്ല, അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വെജിറ്റബിൾസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. അപ്പോൾ അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊരു ഫസ്റ്റ് ടിപ്പാണ്. നമ്മളെപ്പോഴും ഇതിപ്പം ഓണത്തിൻ്റെ സദ്യക്കെന്നല്ല, എപ്പോഴെങ്കിലും നമുക്ക് കുക്കിംഗ് ഈസി ആക്കാനാണ് ഇതുപോലെ ടിപ്സുകൾ നല്ലതാണ്. എല്ലാം തന്നെ നീറ്റായിട്ട് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. ഫ്രിഡ്ജൊക്കെ ഉള്ള സമയം ആയതുകൊണ്ടാകട്ടെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പണ്ടത്തെ കാലത്തൊന്നും നടക്കത്തില്ല. ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ്. ഇനി ഓണസദ്യയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് തേങ്ങ. അപ്പോൾ ചില വീടുകളിൽ ഇപ്പോൾ ഞാനൊക്കെയാണ് 5 തേങ്ങയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് നല്ല തേങ്ങ കിട്ടുമല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് മലയാളി കടയിൽ പോയിട്ട് വേണം തേങ്ങ എടുക്കാൻ. പിന്നെ എപ്പോഴും നമ്മൾ കുക്കിംഗ് ചെയ്യണ ഇത് തേങ്ങയൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു പേപ്പർ വിരിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ക്ലീനിങ് എളുപ്പമാണ്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ എടുത്തിട്ട് ചിരണ്ടി വെക്കുക. അപ്പോൾ അതൊക്കെ നേരത്തെ ചെയ്യാം, നമുക്ക് ആ ദിവസം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. 2-3 ദിവസം മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്ത് വെക്കാം. ഒരാഴ്ച മുമ്പ് വേണമെങ്കിലും ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ചില കറികൾക്ക് നമുക്ക് നല്ല വൈറ്റ് ആയിട്ടുള്ള തേങ്ങ വേണം. ചിലത് കുറച്ചിരി വറുത്തരയ്ക്കുന്ന കറിക്കൊക്കെ ആണെങ്കിൽ ബ്ലാക്കുള്ള തേങ്ങ കിട്ടിയിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം. പായസത്തിനായാലും മെഴുക്കുവരട്ടികൾക്കൊക്കെ ആയാലും കുറച്ച് തേങ്ങ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കരുത്. 2-3 ദിവസത്തേക്കൊക്കെ വേണം ഫ്രീസറിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട. ഫ്രിഡ്ജിൽ വെക്കാൻ ചിലപ്പം ഒരു കളർ മാറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രീസറിലാണ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോഴും പെട്ടെന്ന് നടന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ആദ്യം ആ പ്ലേറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്യാനോ കണ്ടെയ്നറിൽ മാറ്റുകയാണെങ്കിൽ അത് ഒത്തിരി കല്ല് പോലെ ആകത്തില്ല. അതിനുശേഷം പിന്നെ വേണ്ടത് പണിയാണ് തേങ്ങാപ്പാൽ, അല്ലേ? അതും ഭയങ്കര ടൈം എടുക്കണ പണിയാണ്. അത് നേരത്തെ ചെയ്ത് വെക്കാം. നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ പാലുകൾ പല പാത്രത്തിൽ, 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ, അത് പല കുപ്പികളിലാക്കി എടുത്ത് അതും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ഇത് രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയം നമ്മൾ വളരെ ഫ്രീ ആയിരിക്കും. കുക്കിങ് ചെയ്യാൻ വരുന്ന സമയത്ത് തലയ്ക്കൊട്ടും ഭാരം തോന്നത്തില്ല. ഈസി ആയിട്ട് നമുക്ക് എല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും.
ഇനിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് വറുത്തരയ്ക്കുന്ന തേങ്ങ. അപ്പം നമ്മൾ ചിലപ്പോൾ ചിരണ്ടി വെക്കുന്ന തേങ്ങയിൽ പല സൈസിലായിരിക്കും അല്ലേ, അതിൻ്റെ ചിലത് കുറച്ച് നല്ല പൊടിയായിരിക്കും, കുറച്ച് വലിയ പീസായിരിക്കും. വറുത്ത് വരുമ്പോഴത്തേക്കും ചിലത് നല്ലതായിട്ട് വറന്നു പോകും, ചിലത് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തൊന്ന് എടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് ഏകദേശം ഒരുപോലെ ആയിരിക്കും വരുന്നത്. ഇനി ഈ പൊടിച്ചെടുത്ത തേങ്ങ ഒന്ന് വറുത്ത് നോക്കിക്കേ, പെട്ടെന്ന് വറക്കാൻ പറ്റും. കാരണം അതിൻ്റെ പീസസ് വളരെ ചെറുതാണ്, കുഞ്ഞു പീസാണ്. പിന്നെ ഒരു തേങ്ങയും പല മെഷർമെൻറ്റിലായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വറുത്തെടുക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെ വറന്ന് കിട്ടുകയും ചെയ്യും. ഈസി ആയിട്ട് എടുത്ത് വെക്കാം. ഇത് നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം, ഒരാഴ്ച മുമ്പ് വേണമെങ്കിലും ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഈ രീതിയിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം എടുത്ത് ഫ്രിഡ്ജിലിരിക്കണോണ്ട് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ അതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. വെള്ളം ചേർക്കാതെ നമ്മൾ അരയ്ക്കുമ്പോഴാണ് കറിക്ക് നന്നായിട്ടിരിക്കുന്നത്. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവേ. അപ്പോൾ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അരച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ചിലപ്പം വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെ വറുത്ത് വെക്കണം, ഒപ്പം തന്നെ അരച്ചും കൂടി വെക്കാം. അപ്പോൾ നമുക്ക് സാമ്പാറിനും തീയലിനും ഒക്കെ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇതും ഒരു ഈസി പരിപാടിയാണ്. നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുമേ. ഇനി വേണ്ടത് പായസത്തിനുള്ള ശർക്കര ഉരുക്കി വെക്കുക. അപ്പോൾ അതും നമുക്ക് എത്ര പായസം ഉണ്ടാക്കുന്നുണ്ട്, എത്ര ശർക്കര പാനി ഉപയോഗിച്ചാൽ എത്ര പായസം. ഈ ഉരുക്കി വെക്കുന്ന ശർക്കര നമുക്ക് അന്ന് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, പിന്നീട് നമുക്ക് പലപ്പോഴും പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മെനു അനുസരിച്ച്, നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടാക്കണം അതിനനുസരിച്ചുള്ള ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്, പുളിവെള്ളം ഒത്തിരി ആവശ്യമുണ്ട്. ആ സമയത്ത് നമ്മൾ പുളി എടുക്കാൻ പോകുമ്പോൾ എന്തായാലും കുറച്ച് സമയമുള്ളെങ്കിലും നമ്മളൊരു പരിപാടിക്ക് ലോങ് ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വെറുതെ ടൈം പോകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു വെക്കാവുന്ന കാര്യമാണ്. പുളിവെള്ളം എടുത്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു ഗ്ലാസ് കുപ്പികളിലൊക്കെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴാണ് അതിൻ്റെ ആവശ്യം അനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിപ്പം സദ്യക്ക് മാത്രമല്ല, മിച്ചമുള്ള പുളിവെള്ളം നമുക്ക് പിന്നീട് ഉള്ള കുക്കിംഗ് ടൈമിൽ ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നേരത്തെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് ഇത്രയും ഗുണം ചെയ്യുവേ. പിന്നെ വേണ്ടത് ഈ പൊടിച്ചൊക്കെ വെക്കുക. ഇപ്പം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉലുവ കടുവൊക്കെ പൊടിച്ചിടുന്നുണ്ടെങ്കിൽ അതും നേരത്തെ വേണം തയ്യാറാക്കി വെക്കാം. നമ്മൾ ആ സമയത്ത് തയ്യാറാക്കണം. ഇപ്പോൾ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മാങ്ങ ഓൾറെഡി നേരത്തെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കുന്ന രീതിയിലാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും ഈ പൊടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേണ്ടത് ഈ വൻപയറൊക്കെ നമ്മൾ ഓലനും എരിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കുന്നതും നമുക്ക് തലേദിവസം തന്നെ വേവിച്ച് വെക്കാം. അതുപോലെ കൂട്ടുകറിക്കുള്ള കടലയും നമുക്ക് തലേദിവസം തന്നെ വേവിച്ച് വെക്കാം. ഇങ്ങനെ നേരത്തെ വേവിച്ച് വെക്കാൻ പറ്റുന്ന സാധനമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പിന്നെ വെജിറ്റബിൾസിൻ്റെ കൂടി ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ പരിപ്പ് കറിക്ക്, പരിപ്പ് പായസത്തിനൊക്കെ ഉള്ള പരിപ്പുണ്ടല്ലോ, ഇതുപോലെ നേരത്തെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതും പണി എളുപ്പമാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ പരിപ്പ് കറിക്കുള്ളതും പായസത്തിനുള്ള പരിപ്പുമൊക്കെ നേരത്തെ തന്നെ വേവിച്ച് വെക്കുകയും ചെയ്യാം. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം പ്രീവിയസ് ഡേ നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പണികളൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് സദ്യ ഒരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ വളരെ ഈസി ആയിട്ട് സദ്യ തയ്യാറാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ പെട്ടെന്ന് പണി എളുപ്പമാകുന്നതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മളും വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഒത്തിരി നേരം നിന്ന് ടയർഡൊന്നും ആകത്തുമില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉള്ളൊരു സെറ്റപ്പിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന സമയത്ത് പലപ്പോഴും സമയം കിട്ടാനില്ല. കുട്ടികൾക്ക് പരീക്ഷ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിലെ വർക്ക് ഉണ്ടാകാം. അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും എല്ലാം കൂടി ഒന്ന് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു 3-4 ദിവസം മുമ്പേ തുടങ്ങുക, പ്ലാൻ ചെയ്ത് വെക്കുക. സദ്യ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ ടിപ്സുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.